ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായിട്ടുള്ള ഒരു കൊറിയൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ ഒരു വൺ ലൈൻ നോക്കുകയാണെങ്കിൽ ഹീറോയും ഫാമിലിയും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വീട് മാറി വരികയാണ്. പുതിയ വീട്ടിലെ ആദ്യ ദിവസം തന്നെ അവർക്ക് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. അവരുടെ വീടിനോട് ചേർന്ന വെയർ ഹൗസിൽ നിന്ന് കേൾക്കുന്ന വിചിത്രമായ ശബ്ദങ്ങൾ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഹീറോയിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യാണ്. വെയർ ഹൗസിനുള്ളിൽ എന്താണുള്ളത്, ഹീറോയ്ക്കും ഫാമിലിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ അവളുടെ ജീവിതത്തിൽ നടന്നുപോയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയും ഹീറോയിനും കൂടിയിട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് ഒരു പുതിയ വീട്ടിലേക്ക് പോകണമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, ഇപ്പോൾ നിനക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്, ഒരു പുതിയ വീട്ടിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്, പിന്നെ ഇവിടെ റെൻറ്റും കൂടുതലാണെന്ന് ഹീറോ പറയാണ്. ഹീറോയിന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോണ കാര്യം പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കം നടക്കുകയാണ്. ഹീറോയിന് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ഹീറോയ്ക്കും ഹീറോയിനും 3 മക്കളാണ് ഉള്ളത്. മൂത്ത മകള് ഹീവു, രണ്ടാമത്തെ മകൻ ഡോങ്ങു, മൂന്നാമത്തെ മകള് ജീവു. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കണത് മക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ മകള് ജീവു വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവളോട് പോയി കിടന്നുറങ്ങാനായിട്ട് പറയാണ്. ഹീറോയുടെ CEO മരിച്ചുപോയി, അതിന്റെ ഫ്യൂണറലിന് പോവാണെന്ന് ഹീറോ പറയുമ്പോൾ മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഹീറോയിൻ ആവശ്യപ്പെടുകയാണ്. ഹീവുവിനെയും ഡോങ്ങുവിനെയും കൂട്ടിക്കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അവരെ കാറിലിരുത്തിയിട്ട് ഹീറോ ഫ്യൂണറൽ ചടങ്ങിനായിട്ട് പോവാണ്. വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോ പോയതിനു ശേഷം ഹീറോയിന്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ട് അവന് കോള് ചെയ്യാണ്. മകള് ഹീവു കോള് കാണുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കാതിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ഹീറോയിൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ മകള് വന്നിട്ട് അമ്മയെ തടയുന്നുണ്ട്. ഹീറോയിനും അതിൽ നിന്ന് പിന്മാറുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ കുഞ്ഞിനെ ഹീറോയിൻ എടുത്ത് താഴേക്ക് എറിയാണ്. കുഞ്ഞിനെ താഴേക്ക് എടുത്ത് എറിഞ്ഞത് ഹീറോയിന് വന്നൊരു ഇല്യൂഷൻ ആയിരുന്നു. അടുത്തതായിട്ട് ഹീവു അച്ഛനെ അന്വേഷിച്ചിട്ട് ഫ്യൂണറൽ നടന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഒരാൾ ഹീവുവിനെ തന്നെ തുറിച്ചു നോക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അവള് ഫ്യൂണറൽ നടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കുടുംബത്തിലെ 4 പേര് മരിച്ചുപോയ രീതിയിൽ ഫോട്ടോസ് വെച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ്. ഹീവുവും അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഫോട്ടോയിലെ ലേഡിയുടെ കണ്ണ് ഗോസ്റ്റിനെ പോലെ ബ്ലാക്ക് കളർ ആവുന്നതായിട്ട് കണ്ടിട്ട് ഹീവു ഭയപ്പെടുകയാണ്. ഇതേ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയിൻ എഴുന്നേൽക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീവുവിനെ കാണിക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ വന്നിട്ട് ഹീവുവിനെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഈ റിപ്പോർട്ടർ ഹീറോയുടെ ഫ്രണ്ടാണ്. അവരുടെ ഫാമിലിയെ നന്നായിട്ട് അറിയുന്ന ആളുമാണ്. ഹീവു ആ ഫോട്ടോസ് ഇരുന്ന സ്ഥലത്തേക്ക് പിന്നെയും നോക്കുമ്പോൾ അവിടെയുള്ള ഫോട്ടോസ് എല്ലാം തന്നെ മറഞ്ഞു പോകുന്നതായിട്ടും കാണുകയാണ്. അതിനുശേഷം ഹീവു കാറിന്റെ അടുത്തേക്ക് പോവാണ്. അവളെ മുന്നിൽ തുറിച്ചു നോക്കിയ ആള് വന്നിട്ട്, നീ അവരെ കണ്ടല്ലേ, അത് നിന്നെയും നിന്റെ ഫാമിലിയെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അയാളുടെ കാർഡ് കൊടുക്കുകയാണ്. ഹീവു അതും വാങ്ങിയിട്ട് പേടിയോടുകൂടി കാറിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ടും കാണിക്കുകയാണ്. അവിടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് ഹീറോ പറഞ്ഞതുപോലെ അവരൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ വല്ലാതെ ടയേർഡായിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പുതിയ വീട്ടിൽ എത്തിയതുപോലും അറിയാതെ കാറിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമുണർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ തനിയെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതായിട്ടും കാണിക്കുകയാണ്. വീടിനുള്ളിലെ ഹീറോനെ കാണിക്കുകയാണ്. അവൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അവിടെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അവൾ അത് എവിടുന്നാന്ന് അറിയാനായിട്ട് എല്ലായിടത്തും ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദമാണെങ്കിൽ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയിനെയും മൂന്നാമത്തെ മകളെയുമാണ് കാണിക്കുന്നത്. ഊഞ്ഞാലിരുത്തി ആഴ്ത്തിടാനായിട്ട് മകള് പറയുമ്പോൾ എനിക്ക് നല്ല തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് അനിയത്തിയുടെ കൂടെ കളിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഹീറോയിൻ അകത്തേക്ക് പോവാണ്. ഹീറോയിൻ ബെഡ്റൂമിൽ വന്നിട്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീവു കേട്ടതുപോലുള്ള സൗണ്ട് അവൾക്കും കേൾക്കുകയാണ്. ഇത് കേട്ട് ഹീറോയിനും ഒന്ന് ടെൻഷൻ ആവുകയാണ്. ഈ സൗണ്ട് പുറത്ത് നിൽക്കുന്ന ഹീവുവും കേൾക്കുകയാണ്. ഹീവു അവിടെയെല്ലാം ചുറ്റി നോക്കുകയാണ്. അത് വീടിന് പിന്നിലുള്ള ഒരു ഷെഡിനുള്ളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോയിനെ കാണിക്കുമ്പോൾ കണ്ണാടിയിൽ ചെറിയ വിള്ളലുകൾ വരുന്നതായിട്ട് കാണുകയാണ്. അതിൽ അവൾ തൊട്ടു നോക്കുമ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഒരു മുറിവ് പറ്റിയാണ്. ഇതേ സമയത്ത് മൂന്നാമത്തെ മകൾ ജീവു കരയുന്ന സൗണ്ട് കേട്ടിട്ട് ഹീറോയിൻ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. ജീവു നിലത്ത് വീണ് കിടക്കണ കണ്ടിട്ട് ഹീവുവിനെ വിളിച്ചിട്ട് അനിയത്തിയെ നോക്കാൻ പറഞ്ഞിട്ട് നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയാണ്. പുറകിലുള്ള ഷെഡിനുള്ളിൽ ആരും ഉണ്ട്, എന്തെല്ലാമോ സൗണ്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ നീ അനിയത്തിയെ നോക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഷെഡിനടുത്തേക്ക് പോവാണ്. അവൾക്കും ആ സൗണ്ട് കേൾക്കുകയാണ്. ഹീറോയിൻ വല്ലാതെ പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുകയാണ്. ഇതേ സമയത്ത് അകത്ത് ഷെഡിനോട് ചേർന്നിരിക്കുന്ന ചുമരിൽ എന്തോ ഒന്ന് നിലത്തേക്ക് വീഴുകയാണ്. അവിടെ ഒരു ഹോളും വരികയാണ്. ഇത് കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടായെന്നറിയാതെ ഹീറോയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഹീറോയിൻ അകത്തേക്ക് വന്നിട്ട് ഷെഡിനുള്ളിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. ആരോ ഉള്ളതുപോലെ ഉണ്ടെന്ന് പറയാണ്. ഹീറോയും അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സൗണ്ടും അവന് കേൾക്കാനും കഴിയണില്ല. അടുത്ത സീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
മകൻ ഡോങ് വു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയുടെ മകൻ മിക്ക ടൈമും ഫോണിൽ തന്നെയാണ്. ഹീറോയിൻ കണ്ണും അടച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഷെഡിനുള്ളിൽ നിന്ന് ആ സൗണ്ട് പിന്നെയും കേൾക്കുകയാണ്. നിങ്ങൾ ആ സൗണ്ട് കേട്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ ആ സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവൾ ആ സൗണ്ട് കേട്ടെങ്കിലും അവളെ ഇല്ല എന്ന് കള്ളം പറയാണ്. ആ ഷെഡിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആപത്തുണ്ടാക്കുന്ന ഹീറോയിൻ പറയുമ്പോൾ ഞാനതിൻ്റെ കീ നോക്കി, പക്ഷെ അത് ഇവിടെയൊന്നുമില്ല, നമുക്ക് ഈ വീട് വിറ്റ് ആളോട് പോയി അന്വേഷിക്കാമെന്നും പറയാണ്. നൈറ്റ് ടൈമിൽ ഹീറോ ഉറങ്ങാതിരിക്കുന്നതായിട്ടും മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുന്നതായിട്ടും കാണിക്കുകയാണ്. ആ വീടിനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടിനുള്ളിലായിട്ട് എന്തൊക്കെയോ സൗണ്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലേഡി ചിരിക്കുന്ന പോലുള്ള സൗണ്ടും കേൾക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഒരു കൈ കടന്നു പോകുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിനും ഞെട്ടിപ്പോവാണ്. അതൊരു സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു കൊടൂരമായ രൂപം അവിടെ കിടക്കുന്നതായിട്ട് കണ്ടിട്ട് ഭയപ്പെട്ടു പോവാണ്. ഇപ്പോഴാണ് ശരിക്കും ഹീറോയിൻ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുമ്പോൾ ആ ഷെഡിനുള്ളിലെ സൗണ്ട് പിന്നെയും കേൾക്കുകയാണ്. അടുത്തതായിട്ട് ഹീവുവിന്റെ റൂമിൽ 2 പെൺകുട്ടികളുടെ ഗോസ്റ്റ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീവും ആ ഷെഡിനുള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആ കുട്ടികളുടെ ഗോസ്റ്റ് വല്ലാതെ ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഹീവുവും അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി നിന്നിട്ട് ഹീവുവിനെ നോക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീവുവും ഭയപ്പെട്ട് അലറി വിളിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഹീറോയിൻ അവിടേക്ക് ഓടി വരികയാണ്. എന്തു പറ്റിയെന്ന് ഹീവുവിനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് തന്നെയാണ് അവൾ പറയണത്. ഹീറോയിൻ പിന്നെയും അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നിനും മറുപടി പറയാതെ ഇരിക്കുകയാണ്. നീ എന്താ എന്നോട് ഇപ്പോൾ ഒന്നും തന്നെ പറയാതെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കഴുത്ത് പിടിച്ചിട്ട് ഹീറോയിൻ ഞെരിക്കുകയാണ്. പക്ഷെ ഹീറോയിൻ ശരിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അവളുടെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. അപ്പോഴാണ് കാണിക്കണത് ഹീവു ശരിക്കും ഹീറോയിന്റെയും ഹീറോയുടെ മകളല്ല, അവരവളെ ദത്തെടുത്ത് കൊണ്ടുവന്നതാണെന്ന്. അടുത്ത ദിവസം രാവിലെ ഹീറോയോട് നൈറ്റ് ആ ശബ്ദം കേട്ട കാര്യം പറഞ്ഞിട്ട് ഹീറോയിൻ ദേഷ്യപ്പെടുകയാണ്. ഹീവുവിനോട് ആ സൗണ്ട് കേട്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ പിന്നെയും ഇല്ല എന്ന് കള്ളം പറയാണ്. അടുത്തതായി ഹീറോയിനും മക്കളും ഒളിച്ചു കളിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവു പോയി ഒളിക്കുകയാണ്. ഹീവു അവിടെ ആ പെൺകുട്ടികളുടെ ഗോസ്റ്റ് പോകുന്നത് കണ്ടിട്ട് അവരുടെ പിന്നാലെ പോവാണ്. ഹീറോയിൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു റെഡ് കളർ ഡ്രസ്സിട്ട ലേഡിയെ കണ്ടിട്ട് അവൾ ഒളിച്ചു നിൽക്കുകയാണ്. പിന്നെയും നോക്കുമ്പോൾ അവിടെ ആ ലേഡിയെ കാണാതാവുകയാണ്. വാഷിംഗ് മെഷീൻ വർക്കാവുന്ന സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ പുറത്തായിട്ട് ആ ലേഡി പിന്നെയും നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. വാഷിംഗ് മെഷീനുള്ളിൽ ജീവോനെ കണ്ടിട്ട് ഹീറോയിൻ ഭയപ്പെടുകയാണ്. പക്ഷേ അത് ഹീറോയിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. ഹീവു അങ്ങോട്ട് വന്നിട്ട് ഞാനാണ് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തതെന്നും പറയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് ആ പെൺകുട്ടികളിലെ ഒരു ഗോസ്റ്റ് ആ വാഷിംഗ് മെഷീനുള്ളിൽ ഇരുന്നിട്ട് കളിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഇതേ സമയം ഷെഡിനുള്ളിൽ നിന്ന് ആ സൗണ്ട് പിന്നെയും കേട്ടിട്ട് ഹീറോയിൻ ഷോക്കായിട്ട് അത് തുറക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഷെഡിന്റെ പൂട്ട് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വീടിന് പുറത്തു നിന്നിരുന്ന ആ റെഡ് കളർ ഡ്രസ്സിട്ട ലേഡി അങ്ങോട്ട് വന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുകയാണ്. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, ഇവിടെ മുന്നേ താമസിച്ചിരുന്നവരെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഈ വീട് പണിഞ്ഞത് തന്നെ ശരിയല്ല, കാറ്റടിച്ചാൽ തന്നെ ഇവിടെ ഓരോരോ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങും. അവരത് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ കാറ്റടിക്കുകയാണ്, സൗണ്ടുകളും കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് ഹീറോയിനും ഒന്ന് ഷോക്കാവാണ്. ഇവർക്കെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അവളും ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് ഹീവുവിൻ്റെ റൂമിൽ അവളുടെ തൊട്ടടുത്തായിട്ട് ആ ലേഡി ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് അവളും നിലവിളിക്കുകയാണ്. ഹീവുവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ ഹീവു മയങ്ങി കിടക്കുന്നതായിട്ട് കാണുകയാണ്. അവളെ കുറേ വിളിച്ചിട്ടും എണീക്കാതെ ആകുമ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഹീറോയ്ക്ക് കോൾ ചെയ്യണമെങ്കിലും ഹീറോ കോൾ എടുക്കാതിരിക്കുകയാണ്. വിവരം അറിഞ്ഞിട്ട് ഹീറോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹീറോയോട് ദേഷ്യപ്പെടുകയാണ്. കുറച്ച് തിരക്കായിരുന്നു എന്ന് ഹീറോ പറയുമ്പോൾ എന്ത് നിസ്സാരമായിട്ടാണ് നിങ്ങളത് പറഞ്ഞത്, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തനിയെ എന്തു ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോയിനും ടെൻഷൻ ആവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഹീറോയിനോട് ഒരു കാരണവശാലും ആ ഷെഡ് ഓപ്പൺ ചെയ്യരുതെന്ന് ഹീവു പറയാണ്. ഹീറോയിൻ കാറിൽ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവരുടെ വീട്ടിൽ വെച്ച് കണ്ട ആ റെഡ് കളർ ഡ്രസ്സിട്ട ലേഡിയെ കാറ് കൊണ്ടുപോയിട്ട് ഇടിക്കുകയാണ്. അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിനും അവരെ കാറിൽ കയറ്റുകയാണ്. കാറിനുള്ളിൽ ഇരുന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് ആ ലേഡി വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഈ ഭർത്താവോ കുട്ടികളോ ഒന്നുമില്ലാത്ത ജീവിതം വളരെ നന്നായേനെ, നിനക്കങ്ങനെ തോന്നണില്ലേ? നല്ല മനുഷ്യനെ പോലെ അഭിനയിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? നീ നിന്റെ മകളോട് വലിയ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയാണ്, അത് നിനക്ക് തന്നെ അറിയാം. അതൊന്നും ശരിയല്ല എന്ന രീതിയിൽ ആ ലേഡി സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. കാറിനുള്ളിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കരുതെന്ന് ഹീറോയിൻ പറയുമ്പോൾ ആ ലേഡി സിഗരറ്റ് എടുത്തിട്ട് ഹീറോയിന്റെ മുഖത്തായിട്ട് പൊള്ളിക്കുകയാണ്. ഹീറോയിനും വേദനയിൽ നിലവിളിച്ചിട്ട് കാറ് നിർത്തിയിട്ട് നോക്കുമ്പോൾ ആ ലേഡിയെ കാറിനുള്ളിൽ കാണാതാവാണ്. ഇത് കണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ കൺഫ്യൂസ് ആയിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്. വീടിനുള്ളിൽ വന്ന് നോക്കുമ്പോൾ കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ വലിച്ചുവാരി ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വല്ലാതെ ടെൻഷൻ ആവുന്നതും കരയുന്നതുമായിട്ടും കാണിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജീവു അവിടെ മറഞ്ഞിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിനെ കൊണ്ട് മക്കളെ നോക്കുന്നതും വീട്ടിലത്തെ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് ഇവിടെ കാണിക്കുകയാണ്.
നൈറ്റ് ഹീറോയിൻ വെള്ളം കുടിക്കുന്ന ടൈമിൽ പിന്നെയും ഷെഡിനുള്ളിൽ നിന്ന് ആ സൗണ്ട് കേൾക്കുകയാണ്. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ടെൻഷനായിട്ട് ഷെഡിൽ വന്നിട്ട് പൂട്ട് പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഹീവുവിൻ്റെ അടുത്ത് ആ 2 പെൺകുട്ടികളുടെ ഗോസ്റ്റും വന്നിട്ട് നിൻ്റെ അമ്മ ആ ഷെഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്, നിൻ്റെ അച്ഛനെ ഉണർത്തിയിട്ട് അത് തടയാനായിട്ട് പറയാണ്. ഹീവുവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വല്ലാതെ ഭയത്തിൽ തന്നെ കിടക്കുകയാണ്. ഹീറോയിൻ അവസാനം ആ ഷെഡ് ഓപ്പൺ ചെയ്യാണ്. എല്ലാം അവസാനിച്ചു, നിൻ്റെ അമ്മ ഷെഡ് ഓപ്പൺ ചെയ്തു എന്ന് ആ ഗോസ്റ്റുകളും പറയാണ്. ഹീറോയിൻ ആ ഷെഡിനുള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ മുഴുവനും വല്ലാതെ വ്യത്യസ്തമായിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടെ ഒരു വ്യത്യസ്തമായ മാസ്ക് ഇരിക്കുന്നതും കാണുകയാണ്. ആ റെഡ് കളർ ഡ്രസ് ഇട്ട ലേഡി വന്നിട്ട് ആ മാസ്ക് എടുത്ത് വെക്കാനായിട്ട് ഹീറോയിനോട് ആവശ്യപ്പെടുകയാണ്. ഹീറോയിന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആ ലേഡി പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുകയാണ്. ഹീറോയിൻ ആ മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെക്കുകയാണ്. അത് വെച്ചതും ഹീറോയിൻ്റെ ശരീരത്തിലേക്ക് മുഴുവനായിട്ടും ആ ഗോസ്റ്റ് കയറുകയാണ്. അടുത്ത ദിവസം ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി റെഡ് കളർ ഡ്രസ്സും ലിപ്സ്റ്റിക്കും എല്ലാം ഇടുന്നതായിട്ട് കാണിക്കുകയാണ്. ജീവുവും ഇപ്പോഴാണ് അമ്മയെ കാണാൻ നന്നായിരിക്കണേന്ന് പറയാണ്. കണ്ണാടി കാണിക്കുമ്പോൾ അത് മുഴുവനായിട്ടും ഉടഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോ ഹീവുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് ആ വീട് ശരിയാക്കി കൊടുത്ത ഓഫീസിൽ പോയിട്ട് വീടിനടുത്തുള്ള ഷെഡിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നതായിട്ട് എൻ്റെ വൈഫ് കേൾക്കുന്നുണ്ട്, അതിൻ്റെ കീ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവർ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അത് പിന്നീട് അന്വേഷിക്കാം, ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഹീറോയിൻ എന്നത്തെയും പോലെ അല്ലാതെ വളരെ വ്യത്യസ്തമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവളെ വല്ലാതെ മാറിപ്പോയല്ലോ എന്ന് ഹീറോയും ചിന്തിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കണതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ വ്യത്യസ്തമായ രീതിയിൽ ഫുഡ് കഴിക്കണ കണ്ടിട്ട് ഇവളെന്താ ഇങ്ങനെയെന്ന് ഹീറോയിൻ ചിന്തിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഹീറോ റൂമിൽ വരുമ്പോൾ ഹീറോയിനെ അവിടെ കാണാത്ത കാരണം ആ ഷെഡിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഷെഡിൻ്റെ അടുത്തേക്ക് പോവാണ്. ഷെഡ് ഓപ്പണായി കിടക്കുകയാണ്. അതിനുള്ളിൽ നിന്ന് ആരോ ചിരിക്കുന്ന സൗണ്ടും കേട്ടിട്ട് ഹീറോ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ ഒരു അസ്ഥികൂടത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് എന്തായാലും ചെയ്യും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ തിരിഞ്ഞു നോക്കുകയാണ്. ഹീറോ അവിടെ നിന്ന് വേഗം ഓടി വന്നിട്ട് റൂമിൽ വന്ന് കിടക്കുകയാണ്. ഹീറോയിൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഹീറോ ഉറങ്ങുന്നതായിട്ട് അഭിനയിച്ച് കിടക്കുകയാണ്. ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഈ വീട് ഇപ്പം മുഴുവനായിട്ടും എൻ്റെ കൺട്രോളിലാണ്, നിന്നെക്കൊണ്ട് നിൻ്റെ മക്കളെ നോക്കാനൊന്നും കഴിയില്ല, അവരെ ഞാനിനി നോക്കിക്കോളാം, നീ എപ്പോഴത്തെയും പോലെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുകയാണ്. ഇപ്പോൾ നീ ഉറങ്ങിക്കോ, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളും അവിടെ കിടക്കുകയാണ്. ഹീറോയും വല്ലാതെ ഭയപ്പെടുകയാണ്. അടുത്ത ദിവസം ഹീറോയിൻ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീവു ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. ഹീറോയിൻ അവളെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീവു വല്ലാതെ സങ്കടപ്പെട്ടിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയെയാണ് കാണിക്കുന്നത്. അവൻ വല്ലാതെ ടെൻഷനായിട്ട് അവൻ്റെ ഫ്രണ്ടായ റിപ്പോർട്ടറെ വിളിച്ചിട്ട് അവരിപ്പോൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. റിപ്പോർട്ടർ ആ വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ആ വീട് 6 വർഷത്തിന് മുൻപ് സാങ്കോ എന്ന് പറയുന്ന ആളാണ് പണിഞ്ഞത്. ഈ വീട് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി എന്നും അയാളുടെ 3 മക്കളും വ്യത്യസ്തമായ രീതിയിൽ മരിച്ചുപോയി, പിന്നെ അയാളുടെ വൈഫും ആ വീട്ടിൽ തന്നെ മരിച്ചുപോയി എന്ന് പറയാണ്. പിന്നെ ഇതിൽ സംശയമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അയാളുടെ വൈഫ് വ്യത്യസ്തമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അവര് ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയാണ്. അതുമാത്രമല്ല ആ 3 കുട്ടികളും അഡോപ്റ്റ് ചെയ്ത കുട്ടികളായിരുന്നു എന്ന് കൂടി പറയാണ്. കുറേ അന്വേഷിച്ചിട്ടും ഒരു തരത്തിലുള്ള വിവരവും കിട്ടിയില്ല. അവർക്ക് ശേഷം ഇവരാണ് ഇവിടെ താമസിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ആ ഫോട്ടോസിലുള്ള ആൾക്കാരെയാണ് ഹീവു ഫസ്റ്റ് സീനിൽ ഫ്യൂണറലിന് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവരെ തന്നെയാണ് ഇപ്പം ഈ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരും ഇവിടെ വെച്ച് മരിച്ചുപോയി. ഇവരുടെ 2 കുട്ടികളും അഡോപ്റ്റ് ചെയ്ത കുട്ടികളായിരുന്നു. നിനക്കിതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നോ എന്ന് റിപ്പോർട്ടർ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോയും അറിയില്ല എന്ന് പറയാണ്. എന്തായാലും നീ സേഫ് ആയിരിക്കാൻ പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോവാണ്. നൈറ്റിൽ ഹീറോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മകളെ കാണാതെ അന്വേഷിക്കുകയാണ്. ഹീവു ആ ഷെഡിനുള്ളിലേക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വിളിക്കണ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ പുറത്തേക്ക് വരികയാണ്. അയാൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് പുറത്തേക്ക് പോയ ഹീറോയിൻ ഫുഡെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഫുഡെല്ലാം തന്നെ മുഴുവനായിട്ടും കുക്ക് ചെയ്യാത്തതായിരുന്നു. ഹീറോയിൻ ഹീവുവിനെ കൊണ്ട് ആ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഗോസ്റ്റിനെ പോലെ ആർത്തിയിൽ ആ പച്ചമാംസം മുഴുവനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾ ആ പ്ലേറ്റ് വരെ കടിച്ചു പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ആ പച്ചമാംസം എല്ലാം കഴിക്കുന്നത് കണ്ടിട്ട് ഹീവും ഛർദ്ദിക്കുകയാണ്. ഹീറോ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസികൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഹീറോയിനോട് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അതിനാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറയാണ്. ഹീറോ പിന്നെയും നിനക്ക് എന്തായി സംഭവിക്കണേന്ന് ചോദിക്കുകയാണ്. ഹീറോ ചോദിക്കുമ്പോഴെല്ലാം അവൾ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഹീറോയും വല്ലാതെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ഹീറോ പുറത്തേക്ക് പോയതും ഹീറോയിനും കളിയാക്കുന്ന രീതിയിൽ ഗോസ്റ്റിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലേഡിയുടെ രൂപം ഹീറോയിൻ്റെ ഉള്ളിലിരുന്ന് ചിരിക്കുന്നതായിട്ട് കണ്ണാടിയിൽ കാണിക്കുകയാണ്.
അടുത്തതായിട്ട് ഇതെല്ലാം ആലോചിച്ചിട്ട് ഹീറോ തനിയെ ഒരിടത്തിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആ ലേഡിയുടെ ഗോസ്റ്റ് അവിടെ വന്നിട്ട് ഹീറോയെ പോസസ് ചെയ്യാണ്. ഹീറോയും ആ ഷെഡിനുള്ളിലേക്ക് പോവാണ്. അവന്റെ ശരീരത്തിലേക്കും മുഴുവനായിട്ട് ആ ഗോസ്റ്റ് കയറുകയാണ്. അടുത്തതായിട്ട് ഹീവു ഫ്യൂണറലിന് പോയപ്പോൾ അവൾക്ക് കാർഡ് കൊടുത്ത ആളെ കോൾ ചെയ്യാണ്. കോള് കണക്റ്റ് ആവണുണ്ടെങ്കിലും ഹീവു പറയണതൊന്നും തന്നെ അയാൾക്ക് വ്യക്തമായി കേൾക്കാനും കഴിയണില്ല. പിന്നെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീവുവിനെ കൊല്ലാനായിട്ട് അവർ സൂപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിഷം കലർത്തുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയും ഇപ്പോൾ മുഴുവനായിട്ടും ഗോസ്റ്റിന്റെ പിടിയിലായ കാരണം ഹീറോയും ഹീറോയിനും ചേർന്ന് സൂപ്പ് കുടിക്കാനായിട്ട് ഹീവുവിനെ നിർബന്ധിക്കുകയാണ്. അവരുടെ വീട്ടിലുള്ള ആ 2 കുട്ടികളുടെയും ഗോസ്റ്റ് ഹീവുവിനോട് കുടിക്കരുത് എന്നും പറയാണ്. അവളും ആ സൂപ്പ് തട്ടികളയാണ്. ഹീറോയും ചേർന്ന് അവളെ വല്ലാതെ ഉപദ്രവിക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യാണ്. അവരുടെ മകൻ ഡോങ്ങു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളെ തെറ്റ് ചെയ്തു, അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കുകയാണ്. നീ മുകളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് മകനെ ഹീറോയിൻ മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഹീവുവും അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അനിയൻ ഡോങ്ങുവിൻ്റെ റൂമിൽ പോയിട്ട് അവൾ ഒളിച്ചിരിക്കുകയാണ്. ഹീറോയിൻ അവിടേക്കും വരികയാണ്. ഡോങ്ങു അമ്മയെ തടയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഡോങ്ങുവിനെ മാത്രം ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ആ ഗോസ്റ്റ് ദത്തെടുത്ത കുട്ടികളെ മാത്രമാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീവു ഇതേ സമയം അനിയന്റെ റൂമിൽ നിന്ന് ജനലിലൂടെ പുറത്തേക്ക് ചാടിയിട്ട് ആ ഷെഡിനുള്ളിലായിട്ട് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഹീറോയുടെ ഫോണും എടുത്തു പോയിട്ട് ഹീറോയുടെ ഫ്രണ്ടായ റിപ്പോർട്ടറിന് അച്ഛനും അമ്മയും എന്നെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാണ്. ഹീറോയിനും ഷെഡിൽ വന്നിട്ട് ഹീവുവിനെ കണ്ടുപിടിക്കുകയാണ്. ഹീവുവിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഹീറോയിനും ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് ഹീവു കരയുമ്പോൾ ഹീറോയിന്റെ ഉള്ളിലുള്ള ശരിക്കുമുള്ള അമ്മയുടെ മനസ്സ് പുറത്തേക്ക് വരികയാണ്. ഹീറോയിൻ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ഹീറോയിന് 3ാമതായിട്ട് ഒരു മകളുള്ളതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു കുട്ടി സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം തന്നെ ഹീറോയിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. ആ കുഞ്ഞ് ഹീറോയിൻ്റെ മകള് തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞിനെ ഹീറോയിൻ മാനസിക നില തെറ്റിയ സമയത്ത് നിലത്തെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. ഇത്രയും നാൾ മകൾ തനിയെ നിലത്ത് വീണ് മരിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹീറോയിൻ്റെ ഉള്ളിലുള്ള മകളോടുള്ള സ്നേഹം പുറത്തേക്ക് വരികയാണ്. തൻ്റെ ഒരു മകളോ നഷ്ടപ്പെട്ടു, ഇനി ഈ മകളെങ്കിലും രക്ഷിക്കാനായിട്ട് ഹീറോയുടെ വായിലേക്ക് അവിടെ ഉണ്ടായിരുന്ന വിഷമൊഴിച്ച് അയാളെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. ഹീറോയിനുള്ളിലേക്കും ആ ഗോസ്റ്റ് പിന്നെയും വരികയാണ്. ഇനി താനും ജീവനോടെ ഇരുന്ന അത് തൻ്റെ മകൾക്ക് ആപത്താണ്. അതുകൊണ്ട് ഹീറോയിനും ആ വിഷം എടുത്ത് കുടിച്ചിട്ട് അവിടെ വെച്ച് മരിച്ചു പോവാണ്. ഇതേ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് റിപ്പോർട്ടർ ഹീവു അയച്ച മെസ്സേജ് കണ്ടിട്ട് അവിടേക്ക് വരികയാണ്. അയാൾ അവിടെ വരുമ്പോൾ ഡോങ്ങുവിനെ കാണുന്നുണ്ട്. അവനോട് എല്ലാവരും എവിടെയെന്ന് ചോദിക്കുന്ന ടൈമിൽ തന്നെ ഹീവു അവിടേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് ഹീവുവിൻ്റെ ഫേസും ആ മാസ്ക് മുഖം പോലെയായിട്ട് മാറുകയാണ്. അവളുടെ ഉള്ളിലേക്കും ആ ഗോസ്റ്റ് കയറിയതായിട്ട് കാണിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ്റെ ആത്മാവ് ആ വീട്ടിലുള്ളതുപോലെയും ഹീവു ആ ലേഡിയെ പോലെ റെഡ് കളർ യൂണിഫോം ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുകയാണ്. ഇനിയൊരു നെക്സ്റ്റ് ഫാമിലി ഇവരെ പോലെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഫാമിലിയെയും കാത്ത് ആ വീടിരിക്കുന്നതായിട്ടും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.